അസ്സലാമലൈക്കും. ഒരു വെറൈറ്റി ദോശ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടു നോക്കാം. കോഴ്സ് ഗ്രാം ദോശ റെസിപ്പി, ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ മുതിരയാണ് ഹൈലൈറ്റ്. ഒരുപാട് പ്രത്യേക ഗുണങ്ങളുള്ള ഒന്നാണ് മുതിര. മുതിരയുടെ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് നല്ലതും താരതമ്യേന വില കുറഞ്ഞതുമായ ഒരു ഭക്ഷണമാണ് മുതിര. എന്താണ് മുതിരയുടെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉയർന്ന അളവിൽ പ്രോട്ടീനും ഫൈബറും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല വൈറ്റമിൻ മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോളിനെ കുറവ് വരുത്തുന്നതിനുള്ള കഴിവും ഇതിനുണ്ട്. അയൺ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിളർച്ചയുള്ളവർക്കും അമിതമായ ക്ഷീണമുള്ളവർക്കും ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുതിര ഫലപ്രദമാണ്. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിലും മുതിരയ്ക്ക് വലിയ കഴിവുണ്ട്. ശരീരത്തിലെ നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ ഈ ഒരു മുതിരയ്ക്ക് കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ മുതിര ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരി, 1/2 കപ്പ് മുതിര, 1/4 കപ്പ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ. ഈ 4 സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ചുരുങ്ങിയത് 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ്. ഞാൻ ഇവിടെ വെക്കുന്നത് ഓവർനൈറ്റ് ആണ്. ഇത് ദോശ മാവാക്കി എടുക്കുന്ന സമയത്ത് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അവിലാണ്. അവിലിന് പകരമായി ചോറ് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. അവിലാണെങ്കിൽ അരച്ചെടുക്കുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പായിട്ട് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1/4 കപ്പ് അവിലെടുത്തിട്ട് അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. 2 തവണയായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് 1 തവണ കൂടി ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം. ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ശേഷം ഇതൊരു ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ടാമതായി അരച്ചെടുക്കുന്ന ബാച്ചിലാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത് അരച്ചതും ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം മൂടി വെക്കണം ഓവർനൈറ്റ്. മാവൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു തവി കൊണ്ട് പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കായിട്ടുള്ള ചട്നി തയ്യാറാക്കാം. ദോശ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചട്നി ആദ്യം റെഡിയാക്കി വെക്കാം. മിക്സിയുടെ ജാറിലേക്കായിട്ട് 1 മുറി തേങ്ങ, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക. പച്ചമുളക് അതേപോലെ കിടക്കണം. ശേഷം ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്ത ഈ മിക്സിയിലേക്കായിട്ട് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരച്ച തേങ്ങ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറായി. പക്ഷേങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. തേങ്ങ ചേർത്ത സമയത്ത് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. പൊട്ടുകടല ചേർത്ത് ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ ചട്നിക്ക് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഈ ദോശ തയ്യാറാക്കാം. ഇതിനായിട്ട് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് പാൻ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടിനെ ക്രമീകരിച്ചെടുക്കുക. എന്നിട്ട് അതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് കുറച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നീട് ദോശ ഓരോ തവിയായിട്ട് കോരി ഒഴിക്കുക. പതിയെ ചുറ്റിച്ചു കൊടുക്കുക.
ദോശയുടെ മുകളിൽ ഈ വെള്ളമയം ഉണ്ടല്ലോ, അത് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലായിട്ട് അല്പം നെയ്യൊന്ന് തൂവി കൊടുക്കുക. നെയ്യ് ചേർത്ത ദോശക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല ദോശക്ക് തുല്യമായ ദോശയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതല്ല, നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല, ദോശ കട്ടിക്കാണ്, ദോശ കട്ടിയിലാണ് ചുറ്റിച്ചെടുക്കുന്നത് എങ്കിൽ, ഇതിപ്പോ തിന്നായിട്ടാണല്ലോ ചുറ്റിച്ചെടുത്തിട്ടുള്ളത്, നല്ല കട്ടിക്കാണ് ദോശ ചുറ്റിച്ചെടുക്കുന്നത് എങ്കിൽ പിന്നെ ദോശ മറിച്ചിടണം കേട്ടോ. ദോശ മറിച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് ദോശക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരികയുള്ളൂ. അതിലും ടേസ്റ്റായ ദോശ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴാണ്. ഹൈ ഫ്ലെയിമിലും വെക്കരുത്, പറ്റ് ലോയിലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ദോശ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദോശ പെട്ടെന്ന് തന്നെ കളറ് മാറും, കാരണം ഇതിൽ മുതിര ചേർത്തിട്ടുണ്ടല്ലോ. എങ്കിലും ഈ ഗോൾഡൻ കളർ ആയാൽ മാത്രമേ ദോശ ഒരു മാറ്റാൻ പറ്റുകയുള്ളൂ. ആ ദോശക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുതിര ദോശ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.